വാഴ 1 ശേഷം അടുത്ത ഒരു കഥയുമായിട്ട് വാഴ 2 ക്രൂ മെമ്പേഴ്സ് ആണ്. എല്ലാവർക്കും സ്വാഗതം. ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്നാണ് എൻ്റെ ടാഗ് ലൈൻ വരുന്നത്. ഒരു ബ്രദർഹുഡിൻ്റെ കഥ പറയുന്നുണ്ട്. എല്ലാ ഇമോഷൻസും ഉണ്ട്. വാഴ ഫസ്റ്റിലേലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്പേസ് കൂടുതലുള്ള സിനിമയാണിത്. ചേട്ടൻ ഇവരുടെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്കെല്ലാം ഒരു ലേണിംഗ് തന്നെയായിരുന്നു പടം എന്ന് പറയുന്നത്. ദൈവമാണ് ബിജുക്കുട്ടൻ ചേട്ടൻ. ഇത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അടുത്തിരിക്കുമ്പോൾ ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റിയേ? നല്ല സപ്പോർട്ടീവ് ആള്, നല്ല ലൈക്ക് സ്വന്തം മോളെ പോലെ, ഒരാളെ മാത്രം ഇങ്ങനെ മാറ്റിയിട്ട് നല്ല നല്ല കെയർ ചെയ്യും. അടുത്ത മറ്റേ സ്പെക്സ് ഒക്കെ പോക്കി ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത സെറ്റിൽ ഇപ്പൊ ചേട്ടാ പറഞ്ഞു വരും. ഒരുമിച്ച് ഒരു ചെറിയൊരു പോഷൻ ഞാൻ അപ്പൊ ന്യായം പോലെ കണ്ടു മാറിയിട്ടേ ഉള്ളൂ സാറിന്. ഞാൻ പിന്നെ ഞങ്ങളെ അടുക്കാൻ പോലെ ആ സമയത്തൊക്കെ മറ്റേ ഇതൊക്കെ പ്രശ്നമൊക്കെ മനഃപൂർവ്വം ഞാൻ ഒരു സൈഡിലേക്ക് മാറിയിരിക്കണം. ഇത് നമ്മൾ വന്നൊരു തെറ്റ് വേണ്ട, അതുകൊണ്ട് വലുതായിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ആരും. വർക്ക്ഷോപ്പിന് പോയപ്പോഴും കൺഫേം ആയിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പോഴും നമുക്കറിയില്ല ഇത് എത്രയുണ്ട് ഒന്നും അറിയില്ല. ആ പറച്ചിലൊരു കാബഡി ഉണ്ടാ തോന്നണ സത്യം പറഞ്ഞത്. ആഗ്രഹമില്ലാതിട്ട് പലരും വന്ന് യാദൃശ്യമായിട്ട് നടന്മാരും നടികളൊക്കെ ആയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയണത്. പക്ഷെ എന്നാലും നല്ലൊരു കലാകാരൻ നല്ലൊരു കലാകാരി എന്ന് പറയുമ്പോൾ എന്തിനോടൊരു ആഗ്രഹം വേണം. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. സെല്ലോവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വാഴ 1 ശേഷം അടുത്ത ഒരു കഥയുമായിട്ട് വാഴ 2 ക്രൂ മെമ്പേഴ്സ് ആണ്. എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം വാഴയാണെന്ന് അറിയാം, എന്നാലും വാഴയുടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കോമൺ ക്വസ്റ്റ്യനാ. വാഴയുടെ വിശേഷം ഇപ്പൊ റിലീസിനടുത്തേക്കുന്നു. അടുത്ത മാസം 2-ാം തീയതി വാഴ റിലീസാവും. വാഴ സെക്കൻഡ് റിലീസാവും. എല്ലാവരും പോലെ തന്നെ, കാണുന്ന ആളുകളുടെ പോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ച ഞങ്ങൾക്കും കാണാൻ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സിനിമയാണിത്. ഈ വാഴ 1 സ്റ്റോറി ഞങ്ങൾ കണ്ടതാണ്. എന്താണ് ഒരു ഇമോഷണൽ ഫണ്ടിന്റെ എല്ലാ രീതിക്കുള്ള ഒരു സ്റ്റോറി ഉണ്ട്. വാഴ 2 എന്തായിരിക്കും? ഒരു സെയിം പാറ്റേൺ ആണ്. എല്ലാ ഇമോഷൻസും വരുന്ന ഒരു മൂവിയാണ്. ഹാഷ് ടീം അവര് 4 പേരാണ്. ഹാഷ്, കലൻ, വിനായക്, അജിൻ, അവര് 4 പേരിലൂടെയാണ് സ്റ്റോറി പോകുന്നത്. ഞങ്ങളും അതിൽ കൂടെ അവരുടെ പാരൻസ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, സ്കൂൾ മേറ്റ്സ് ഉണ്ട്. ഒരു ബ്രദർഹുഡിന്റെ സ്റ്റോറി പറയുന്നുണ്ട്. ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്നാണ് എൻ്റെ ടാഗ് ലൈൻ വരുന്നത്. ഒരു ബ്രദർഹുഡിന്റെ കഥ പറയുന്നുണ്ട്. എല്ലാ ഇമോഷൻസും ഉണ്ട്. കുറെ കോമഡി, ഫൺ, ഒരു സ്കൂൾ ലൈഫ് എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന കുറെ സ്കൂൾ ലൈഫിലെ കുറെ സ്റ്റോറീസ് ഉണ്ട്. ഓഫ് കോഴ്സ് എല്ലാ ഇമോഷൻസും ഉള്ള പോലെ വാഴ 1 പോലെ തന്നെ എല്ലാ ഇമോഷനും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ ഞങ്ങൾ വർഷങ്ങളായിട്ട് എല്ലാ സിനിമയിലും കണ്ട് നല്ല പരിചയമുള്ള ഒരാളാണ്. ബിജുക്കുട്ടൻ ചേട്ടൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പക്ഷെ ബാക്കി 4 പേര് പുതിയ ആൾക്കാരാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഏഞ്ചൽ. എന്താ ചെയ്യണേ? ഇൻഫ്ലുവൻസർ ആണെന്ന് അറിയാം. അത്രയ്ക്കൊന്നുമില്ല. പഠിക്കാണ്, പഠിക്കാം, നാട്ടിലുണ്ട്. ഓക്കെ. വേദയാണ് കൂടുതൽ ചെറിയ കുട്ടിയെന്ന്. അതെ. ഓക്കെ. വേദ എന്താ ചെയ്യണേ? ഞാൻ 8th ആവാൻ പോകുന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിലെ ചെറിയ കുട്ടിയാണ്. ബിജു ചേട്ടൻ എന്താ ഒരു ചെറിയ കുട്ടി എന്നുള്ളതിൽ പറഞ്ഞു കൊടുക്കാനുള്ളേ? ഇവർക്കൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടാ. പണ്ടത്തെ പോലെ ഒന്നും അല്ല, അറിയാനുള്ള കാര്യങ്ങളൊക്കെ. നമ്മളെന്ത് ഇവരിൽ നിന്ന് പഠിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഇവര് പുറകെ നടക്കണത്. ഇവരിന്ന് പഠിക്കാൻ കുറെ ഉണ്ടോ? പിന്നെ ഒരുപാടുണ്ട്. നമ്മൾ പഴയ സിനിമ ഒന്നുമല്ല ഇപ്പോഴത്തെ സിനിമ. പഴയ നമ്മള് വന്ന പോലുള്ള ഒരു സിനിമ അല്ല ഇപ്പൊ. ശരിക്കും ഇവരാണ് ഇപ്പൊ സിനിമയിൽ എന്ത് ചെയ്യണം. കാരണം എന്താണ്, ജെൻസി പിള്ളേരെ കണ്ടിട്ടാണ് ഇപ്പൊ സിനിമയൊക്കെ ഇറക്കണം. ജെൻസിനോട് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ? പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വലിയ ഇതല്ലെങ്കിലും അറിയാം നമുക്ക് എന്താണ് ചെയ്താല് നിൽക്കാന്നുള്ളത്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും കാര്യമായിട്ട് കൈ നിന്നിട്ട് ചെയ്യുമൊന്നും വേണ്ട. നമ്മൾ കാര്യമായിട്ടൊന്നല്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം വാഴ 1 വാഴ ഫസ്റ്റിലേലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്പേസ് കൂടുതലുള്ള സിനിമയാണിത്. അതെനിക്ക് തോന്നുന്നു ഒരു 60-65 ദിവസം കൊണ്ട് എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്. അതിൽ കൂടുതൽ ഒരു 70 ദിവസത്തിൽ കൂടുതൽ എന്തായാലും 75 ദിവസത്തിലും കൂടുതൽ ഷൂട്ടിങ് പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു
20 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യണ കുറച്ചും കൂടി വൈഡായിട്ടുള്ള സിനിമയാണ് ഫസ്റ്റിലും സെക്കൻഡ്. അപ്പം ഒരുപാട് എന്താ സ്പേസ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെല്ലാം എഴുതി കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അത് മിക്കവാറും ജെൻസിക്കൊക്കെ വേണ്ടിയുള്ള എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു സോങ് ഇറങ്ങിയില്ലേ, ആ സോങ്ങിൽ തന്നെ എല്ലാ എന്താ പറയുക എല്ലാ പ്രായക്കാർക്കും പറ്റിയ ഒരു സിനിമയാണെന്നുള്ള ആ സോങ് ഇപ്പം നമ്മുടെ ഏജിലുള്ള കുറച്ച് ആൾക്കാർ അച്ഛൻ്റെ മകൻ്റെയും ഒരു ബന്ധം കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞുവിട്ട് ബ്രദേഴ്സിൻ്റെ ഒരു കാണിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഇവരിലും താഴെ കുട്ടികളുടെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഏജ് ഉള്ളത്, പിന്നെ ഇവരുടെ എനിക്ക് തോന്നുന്നത് വന്നിരുന്നാൽ നമുക്ക് ഒരു കുടുംബം വന്നിരുന്നാൽ നമ്മുടെ ഫാമിലി ചിത്രം എന്ന് പറയൂലേ, ഫാമിലി ചിത്രം എന്ന് പറയുമ്പോൾ എനിക്കൊരു ഫീൽ ഗുഡൊക്കെ അല്ലേ. പക്ഷെ ഇത് ഏത് വിധത്തിലുള്ള ആൾക്കാരും താഴെ തൊട്ടിലുള്ള കുട്ടികളോടെങ്കി മുതിർന്ന ആൾക്കാർക്ക് വരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് തമാശ, ഒരു ഇന്റർമീനിങ് ഒന്നും ഇല്ലാതെ നല്ല തമാശയാണ് എൻ്റെ ബേസ് ശരിക്കും. ആദ്യം പിന്നെ കുറച്ചൊക്കെ ഉള്ളൂ ഇമോഷണൽ ആയിട്ടുള്ള സംഭവം. അപ്പം നന്നായിട്ട് ചിരിച്ച്, അതായത് ഇപ്പോഴത്തെ ചിരി നേരത്തെ പറഞ്ഞില്ലേ, പണ്ടത്തെ ചിരിയല്ലോ ചിരിപ്പിക്കാനുള്ള സാധ്യതകളല്ല ഇപ്പോഴത്തെ ചിരിപ്പിക്കാനുള്ള സാധ്യത. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് അവർ എഴുതിയാക്കുന്നതും സംവിധാനം ചെയ്താക്കുന്നതൊക്കെ. സിനിമ കണ്ട് മനസ്സിലായി. നമ്മൾ പറയണേണ്, സിനിമ കാണുമ്പോഴാണല്ലോ ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. നീ പറഞ്ഞു വിട്ടാണോ ഇവിടുന്ന് പറയാ. എന്നാലും മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടേക്ക് വരാം. ദേവരാജ് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഞങ്ങള് യുറേക്ക സ്റ്റോറീസ് എന്നൊരു ചാനലുണ്ട് ഞങ്ങളുടെ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളോടെ തുടങ്ങിയതാണ്. ആ ചാനലിലെ വീഡിയോസ് വഴിയാണ് ഞാൻ വാഴ 2ലേക്ക് എത്തുന്നത്. ഞങ്ങൾ ചാനൽ തുടങ്ങി അധികം വൈകാതെയാണ് വാഴ 2 അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അവസാന സമയത്താണ് ഞാൻ പടത്തിലേക്ക് വരുന്നത്. ബാക്കി ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരൊക്കെ അവർ ആദ്യമേ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ ഞാൻ പ്രിയൊക്കെ കഴിഞ്ഞ് പൂജ സമയത്ത് ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് ഞാൻ പടത്തിലേക്ക് ഇന്നാവുന്നത്. വന്നു. ബാക്കി ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ പടത്തിലുണ്ട്. ഈ മെയിൻ ഹാഷിർ ടീം ഇവർ 4 പേരുണ്ട്. ഹാഷിർ, അലൻ, വിനായക്, അജിൻ. അവരുടെ കൂടെ തന്നെ വേറെയും ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാത്ത ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിൽ പടത്തിൽ വേറെയുണ്ട്. അവരെല്ലാവരുമായിട്ടും അഭിനയിക്കാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവരൊക്കെയായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളും ആഗ്രഹിച്ചിരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. വാഴ 1 കാണുന്ന സമയത്തൊന്നും അറിയില്ല നമ്മൾ വാഴ 2ലേക്ക് നമ്മൾ ഉണ്ടാവുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. നല്ലൊരു അടിപൊളി ജേണി ആയിരുന്നു. ഞാൻ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു വർഷമായി ഇപ്പോൾ പടത്തിൻ്റെ വർക്ക്സ് തുടങ്ങിയിട്ട്. ആ ഒരു വർഷം കൊണ്ട് ടീമിലെ എല്ലാ മെമ്പേഴ്സും നമ്മുടെ ഒരു ഫാമിലി ആയി. പിന്നെ ഇപ്പോൾ ബിജു ചേട്ടനായാലും ഒരുപാട് പേര്, നമുക്ക് ഒരുപാട് ആക്ടേഴ്സ്, നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉള്ളൊരു പടത്തിൻ്റെ ഭാഗമായി. അതൊന്നും നമ്മൾ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതല്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഇരിക്കുമ്പോൾ നമ്മൾ 4 പേരുള്ളത് കരുതും. പക്ഷെ സിനിമയിൽ ഇതൊന്നും അല്ലട്ടോ, വേറെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒക്കെ ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് വേറെ പണിയൊന്നും ഇല്ല, ഒരു പണിയില്ല. അങ്ങനെയല്ല, സിനിമ കാണുമ്പോ അയ്യോ ബിജു അവനന്ന് അവിടെ വന്നിരുന്നിട്ട് കാണാനില്ലല്ലോ, അതൊന്നുമില്ല. ഇപ്പൊ നമ്മള് പാട്ടിറങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ബിജു ചേട്ടന്റെ സീൻസ് വിനായകന്റെ ചേട്ടനാണ്, വിനായകന്റെ അച്ഛനായിട്ടാണ് അല്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സീൻസ് അവർ തമ്മിലുള്ള അച്ഛൻ മകൻ ആ കാസ്റ്റിംഗ്, അതുപോലെ ചേട്ടന്റെ ചില പണ്ട് ട്രെൻഡിങ് ആയിരുന്ന കുറെ സീൻസ് പടത്തിലുണ്ട്. അതൊക്കെ റിക്രിയേറ്റ് ചെയ്ത ചില സീൻസ് ഒക്കെ ഉണ്ട് ചേട്ടൻ. അതൊക്കെ നമ്മൾ പാട്ടിറങ്ങിയ സമയത്ത് ഏറ്റവും എനിക്കൊന്ന് ചർച്ച ചെയ്തും ഏറ്റവും അധികം വന്ന കമന്റ്സ്. പടക്കം പൊട്ടിച്ച ഞാനല്ല, ഞാനല്ല. ഓക്കെ, ഇത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അടുത്തിരിക്കുമ്പോൾ ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റിയേ? ഇതില് എനിക്ക് ചേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ല. ഇവർക്ക് നിങ്ങൾക്കുണ്ടോ? ഞങ്ങള് തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഉള്ളൂ. പിന്നെ ഇവരായിട്ട് അങ്ങനെ കോമ്പിനേഷൻ ഇല്ല. ബാക്കി സീൻ ഉണ്ടായിരുന്നില്ലല്ലേ? വിനായകന്റെ അച്ഛനായിട്ട് ഉണ്ടായിരുന്നു അവിടെ അല്ലേ? അപ്പൊ അവര് 4 പേരുമായിട്ടാണ് ചേട്ടന് കൂടുതൽ സീൻസ് ഉള്ളത്. എന്നാലും എന്തായിരിക്കും ഒരു പഠിക്കാൻ പറ്റിയിട്ടുണ്ടായി? ഒരുപാട്. ഇപ്പൊ ചേട്ടനും വേറെ കുറെ പേരുണ്ട് ഇവരുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യം നമുക്കെല്ലാം ന്യൂ ആ. വാഴ 2 വരും. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ക്യാരക്ടറുള്ള ഒരു പടത്തിൽ അഭിനയിക്കുന്നത്. തല കാണിച്ചിട്ടുണ്ട്, വേറെ പടത്തിൽ ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ അടുത്ത് നമുക്ക് കിട്ടുന്ന എല്ലാം ലേണിംഗ് ആണ്. പടമായാലും അത് നമ്മൾ അത് കഴിഞ്ഞ ഒരു ഡബ് സ്റ്റേജ് ആയാലും ഇപ്പോൾ ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരുന്ന് അവർ സംസാരിക്കുന്ന രീതി വരെ ഞങ്ങൾക്കെല്ലാം ഒരു ലേണിംഗ് തന്നെയായിരുന്നു ആ പടം എന്ന് പറയുന്നത്. ദൈവമാണ് ബിജുകുട്ടൻ ചേട്ടനൊക്കെ. ചേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേൾക്കായിരുന്നു. ഇപ്പോഴാണ് ചേട്ടൻ പറയുന്ന കുറെ കഥകൾ കേൾക്കുന്നത്. ആ കേട്ടിട്ടാണ് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂല് പറയുന്നേ. ആ കോൺഫിഡൻസ് കിട്ടിയത് അങ്ങനെയാണെന്ന് പറയും. അല്ല, അതെന്തായാലും ഉണ്ടാവില്ല. അത് അതുകൊണ്ട് തന്നെയാണ് കാലം മുതൽ എങ്ങനെ സിനിമയിലേക്ക് വന്നു, സിനിമയിലേക്ക് അതൊക്കെ കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ സിനിമക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട് ഇപ്പൊ അല്ലെ. ഒരു 10 വർഷത്തിന് മുമ്പുള്ള സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ.
ഇപ്പോഴത്തെ ട്രെൻഡ് വേറെയാണ് അല്ലേ, ജോണറുകൾ വേറെയാണ് സിനിമകളുടെ. മറ്റേതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മളൊക്കെ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സലിം കുമാറും അശോകൻ ചേട്ടനും സുരാജൊക്കെ അങ്ങനെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആ ഒരു അറിയാമല്ല കൈൻഡ് ഓഫ് പടങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ, മമ്മൂക്കയുടെ കൂടെ ലാലേട്ടൻ്റെ കൂടെ. അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ പടം. അതെ, നേരത്തെ പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ടത്തെ പ്രേതങ്ങളെ കണ്ട എല്ലാരും പേടിക്കും, ഇപ്പോഴത്തെ പ്രേതങ്ങളെ കണ്ട ചിരിക്കും. അല്ലേ? ലോക പക്ഷെ അറ്റാക്കിങ് ഭയങ്കരമായിരിക്കും അവരുടെ. മറ്റേ സാരി എടുത്ത് അങ്ങനെ ഇങ്ങനെ നടക്കുള്ളൂ. ഇപ്പൊ സാരിയൊന്നുമില്ല. സാരി ഒന്നുമല്ല, ഇപ്പൊ ചുരിദാറും ഹൈയില് ചെരുപ്പ് കിട്ടി നടക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പരിചയപ്പെട്ടില്ല. ഞാൻ ആരാധ്യ, മുമ്പ് മോഡലായിരുന്നു, സിനിമ ചെയ്യാണ്, പിന്നെ സൈഡിൽ കൂടെ സ്റ്റഡീസ്. ഓക്കെ, കൂട്ടത്തിലെ സൈലന്റ് ഗേൾ ആണോ? അല്ല, ആംബിവേർട്ടാണ്. ആംബിയോവേർട്ടാണ്. ഇതൊക്കെ എന്താണെന്നറിയോ ആംബിയോവേർട്ട്? ചേട്ടനറിയോ? ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയില്ല ഞാൻ ഈ വന്നിട്ടുള്ളത്. എന്തൊക്കെയാ ചേട്ടാ പഠിച്ചു തന്നിട്ട്? ആംബിയോവേർട്ട്, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്. ഇതൊക്കെ ചേട്ടൻ അറിയുന്ന കാര്യങ്ങൾ, ഇപ്പോഴാണ് ഇതിന് പേരുകൾ വരുന്നത്. അത്രേ ഉള്ളൂ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പിള്ളേര് ഇതൊക്കെ പഠിപ്പിച്ചു തന്നോ? അല്ല പറഞ്ഞോ, എനിക്കറിയില്ല. പറഞ്ഞു കൊടുക്ക്. അല്ല ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിയോവേർട്ട്. അതൊക്കെ അതൊക്കെ എനിക്ക് മനസ്സിലായി. അതിന്റെ അർത്ഥം കൂടി പറഞ്ഞു. ഏതോ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഓവറായിട്ട് സംസാരിക്കുന്നവര് എക്സ്ട്രോവേർട്ട്, അങ്ങനെയാണ് പറഞ്ഞത്. സംസാരിക്കാതെ ഇരിക്കുന്നവര് ഇൻട്രോവേർട്ട്, രണ്ടിന്റെ ഇടയിലുള്ളവർ ആംബിയോവേർട്ട്. അതെ, നമ്മള് സിറ്റുവേഷനും പിന്നെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ മീറ്റർ അനുസരിച്ച് നമുക്ക് ആംബിവേർട്ട് രണ്ടിനും നടുവിൽ. ശരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇതെന്തോ ഒരു വേർട്ടാണ്. ഓക്കെ, ഈ 4 പേരുടെയും ഫസ്റ്റ് ഫിലിമാണിത് അല്ലേ? സിനിമയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു ശരിക്കും. നമ്മളൊക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും കൂടി. പിന്നെ ഞാൻ സെറ്റിൽ ചെറുട്ടുണ്ട്, എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല കമ്പനിയായിരുന്നു എല്ലാവരും. ശരിക്കും ഒരു ഫാമിലി എങ്ങനെയായിരുന്നു പറയുമ്പോൾ വേറെ വേറെ സ്ഥലത്ത് സ്കൂളിൽ നിന്നും വേറെ അറിയണ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല നല്ല ഇതായിരുന്നു. ഇത് വേർട്ടിന്റെ കാലം. നല്ലത് എക്സ്ട്രോവേർട്ട് ആണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? സ്കൂൾ ടൈം ആയിരുന്നു കുറച്ചുകൂടെ എൻജോയ് ചെയ്തത്, കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. ശരിക്കും ഒരു പണ്ടത്തെ ഒരു സ്കൂൾ ടൈം പോയ പോലെ തന്നെയായിരുന്നു. ചെറുതായിട്ടൊന്ന് മുങ്ങി നടക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് നടക്കുക, അതുപോലൊക്കെ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ആ സ്ഥലവും നല്ല രസമായിരുന്നു. മൊത്തത്തില് നമ്മൾ അവിടെ കഴിഞ്ഞ ചുറ്റിലും എപ്പോഴും ഉണ്ടാവും. അടിപൊളിയായിരുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പുതിയതായതുകൊണ്ട് ആരായിരിക്കും ഏറ്റവും കൂടുതൽ മോളെ ഇങ്ങനെ അഭിനയിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യ് നന്നായിരിക്കും എന്ന് പറഞ്ഞു തന്നത് ആരായിരിക്കും? കുറച്ചും പറഞ്ഞു തന്നിട്ടുള്ളത് സീനിയർ ആക്ടേഴ്സ് എല്ലാവരും. ഇപ്പൊ ഭാഷ അല്ലെന്ന് എല്ലാവരും ആയാലും അവർ 4 പേരും, പിന്നെ അതുപോലെ ഡയറക്ടർ ആയാലും എല്ലാവരും നമുക്ക് പറഞ്ഞു തരും, സപ്പോർട്ട് ചെയ്യും. അവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും കാണുമ്പോൾ. ആണ്. ഫസ്റ്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഈ കോള് വരുന്നത് വാഴ 2ന്റെ? എനിക്ക് ഓഡീഷനാ, ഞാൻ ഡയറക്റ്റ് ഓഡീഷന് പോയി, പ്രതീക്ഷിക്കാണ്ട് കിട്ടി. പിന്നെ വർക്ക്ഷോപ്പിന് വിളിക്കണു, അങ്ങനെ 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 വർക്ക്ഷോപ്പിന് പോയപ്പോഴും കൺഫേം ആയിരുന്നില്ല. പിന്നെ 2ാമത്തെ ദിവസമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പോഴും നമുക്കറിയില്ല ഇത് എത്രയുണ്ട് എന്നൊന്നും അറിയില്ലായിരുന്നു. ചെയ്തു. ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ ചേട്ടാ. അപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് കുറെ ഡാൻസിന്റെ വീഡിയോസും ഒക്കെയാണ് അല്ലേ? ഡാൻസറാണെന്ന് അറിയാം, എന്നാലും 2 സ്റ്റെപ്പ് ഇരുന്നിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, ഞാൻ ഡാൻസറൊന്നുമല്ല, ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. കളിക്കുന്നുണ്ടല്ലോ. അല്ല, അത് നമ്മൾ ഒരു ആഗ്രഹമുള്ള എന്തോ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനോടും നമുക്ക് ആഗ്രഹം വേണം. ഇപ്പോൾ സിനിമാ നടനാവണമെങ്കിൽ അല്ലെങ്കിൽ സിനിമാ നടിയാവണമെങ്കിൽ നമുക്ക് അതിനോടൊരു ആഗ്രഹം വേണം. ആഗ്രഹമില്ലാത്തതിന് പലരും വന്ന് യാദൃശ്യമായിട്ട് നടന്മാരും നടികളൊക്കെ ആയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയണത്. പക്ഷെ എന്നാലും നല്ലൊരു കലാകാരൻ നല്ലൊരു കലാകാരി എന്ന് പറയുമ്പോൾ എന്തിനോടൊരു ആഗ്രഹം വേണം. അത് ആർട്സായാലും സ്പോർട്സായാലും ശരിയാണ്, എന്ത് ബിസിനസ് ആയാലും ശരിയാണ്. അത് നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവണം, അത് നമുക്ക് അതിനോടൊരു കോൺസെൻട്രേഷൻ വരുന്നതും അത് ചെയ്യാനുള്ളൊരു ഇത് വരും. അപ്പം നമുക്ക് ഈ നേരത്തേക്ക് ഈ ഡാൻസ് കളിക്കാനുള്ള നമുക്ക് ഈ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് പഠിക്കണമെങ്കിലൊക്കെ നല്ല പൈസ വേണം അതിനൊക്കെ. അത് അന്ന് ഇത്രയും ഈ എന്താണ് ഈ ക്ലാസിക്കലായിട്ടുള്ള സ്കൂളുകൾ ഒരുപാടുണ്ട്. ഈ സിനിമാറ്റിക് ഡാൻസ് ഒന്നും പഠിപ്പിക്കണം അന്ന് അധികമില്ല. അന്ന് കലാഭവനൊക്കെ ഉള്ളൂ ഞാനൊക്കെ പഠിക്കുമ്പോൾ. അവിടെയൊക്കെ പോയി പഠിക്കണമെങ്കിൽ ഭയങ്കര പൈസ വേണം. അപ്പോൾ അത് ആ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ വീട്ടിൽ ഈ ഗാനമേള സ്ഥലത്തൊക്കെ പോയിരുന്ന് വെറുതെ ഡാൻസ് കളിക്കും പ്രാന്തം പോലെ. ആ ഒരു ഡാൻസിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ മക്കൾക്കൊക്കെ ഇപ്പോൾ ഇത്രയുള്ള കുട്ടികൾക്കൊക്കെ എല്ലാം ഡാൻസ് യൂട്യൂബിൽ നോക്കിയും പിന്നെ അവർക്ക് തന്നെ ഒരു കഴിവുണ്ടാവും എന്തായാലും. അപ്പോൾ അത് അവർക്ക് പ്രശ്നമല്ല, മോൾക്കൊക്കെ ക്ലാസിക്കലൊക്കെ അറിയാം.
അപ്പം അവരുടെ കൂടെ ഇങ്ങനെ വെറുതെ പുറകിൽ നിൽക്കാനൊരു ആഗ്രഹം. അങ്ങനെ പഠിച്ചു. അല്ല അത് പഠിപ്പിച്ചൊക്കെ തരും. അത് 2-3 ദിവസം കൊണ്ടൊക്കെ ഞാൻ പഠിച്ച് ഒരു ദിവസം എടുക്കും ഞാൻ. ഒരു ദിവസം എടുത്ത് കളിക്കും. അല്ല ഞാൻ പഠിക്കും, അത് എടുത്തിട്ട് ഞാൻ പോവുള്ളു തെറ്റായാലും. അതിനകത്ത് പിന്മാറുന്ന ഇതില്ല, അങ്ങനെ പിന്മാറാൻ പാടില്ലല്ലോ. അതെ അതെ അതെ. ഒരു 2 സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുമോ? ഇരുന്നിട്ട് ഞാൻ പാട്ട് പാടിത്തരാം. ഇത് വെറുതെ അലമ്പുണ്ടാക്കല്ലേ ചുമ്മാ. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു കോപ്രായം കാണിച്ച് ഇവര് തന്നെ തല്ലിക്കൂല പുറത്തിറങ്ങുമ്പോ ഇനി ആ ചേട്ടൻ്റെ കൂടെ ഇരിക്കണ്ടെന്ന് പറയൂ. ഇനി മേലാ ഞങ്ങള്. അതെ അതെ, എന്തിനാണ് വടി കൊടുത്ത് അടി വാങ്ങിക്കണത്? ഈ കൂട്ടത്തിലെ പാവ ആരാ? അത് ഞാൻ തന്നെ ആയിരിക്കുള്ളൂ. അത് ഇവര് പറയട്ടെ, അത് ഇവര് പറയണോ? എല്ലാം പറയുമ്പോ പറയണമല്ലോ. ചേട്ടൻ തന്നെ പാവം. ചേട്ടനാണോ പാവം? പൈസ കൊടുത്തിരുത്തിയേക്കുന്ന പോലെ. ആ പറച്ചിലൊരു കാബഡ്ഡി ഉണ്ടാ? ചെറുതായിട്ട് തോന്നണ സത്യം പറഞ്ഞത്. ഓക്കെ, പാവം അല്ലാത്ത ആളാരെന്നാല്? പക്ഷേ രണ്ടാമത്തെ സിനിമ അറിയാൻ പറ്റുള്ളൂ ആരാണ് പാവം ആരാണ് ക്രൂരൻ. എല്ലാരും പാവമാണ്. എല്ലാവരും ഭയങ്കര പാവമാണ്. അടുത്ത മറ്റേ സ്പെക്സ് ഒക്കെ പോക്കി ഉണ്ടായിരുന്നോ അടുത്ത സെറ്റിൽ? ഇപ്പൊ ചേട്ടാന്നൊക്കെ പറഞ്ഞു വരും. അങ്ങനെയൊക്കെ ആവോ? തമാശ പറഞ്ഞാൽ. ഇപ്പോ ചേട്ടൻ ഇവരുടെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇവരുടെയൊക്കെ എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ കാണാറുണ്ട്. ഇപ്പം ഇൻ്റർവ്യൂസ് ആയാലും ഇപ്പം എന്തായാലും ഞാൻ കാണാറുണ്ട്. കാരണം നമുക്കത് എൻ്റർടൈൻ തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കൊക്കെ സിനിമയൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നതും അതിൻ്റെ പ്രചോദനം ഇവരൊക്കെ കാണിക്കുമ്പോഴാണ്. എന്നാൽ പിന്നെ നമുക്കെന്താ കാണിച്ചൂടാ? അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ മിക്കവാറും എല്ലാം കാണും. പിന്നെ ഇവരുടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ ഇവരുടെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ വാഴയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ നോക്കും. പിന്നെ ആഷിറിൻ്റെയൊക്കെ ഞാൻ നേരത്തെ കാണാറുണ്ട്, ഇവരുടെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ കണ്ട് അഭിനയിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഫേസ് ശ്രദ്ധിക്കുക. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ കാണുന്ന പലരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മളാന്ന് അറിയുന്നത് നമ്മുടെ ഫേസ് അവർ ശ്രദ്ധിച്ചതിന് ശേഷമാണ്. അത് തന്നെയല്ല ഈ ലുക്കല്ല നമ്മുടെ സിനിമയിലൊക്കെ ഉള്ളത്. പെട്ടെന്ന് ഭയങ്കര ഗെറ്റപ്പ് ഭയങ്കര ചേഞ്ച് ഉണ്ട്, താടിയൊക്കെ വെച്ച്. ആരൊക്കെ ഇത്രയൊക്കെ ഗെറ്റപ്പ് മാറിയാണ്? ചേട്ടന്റെ ലുക്കിന് മാത്രം ഒരു കുറവില്ല ചേട്ടാ. പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും ഇരിക്കണേ. ഭയങ്കര ഭംഗി. അതിഷ്ടായി. അങ്ങനെ ഇരിക്കട്ടെ. നോ കമന്റ്സ് നോക്കിയോ. അതെനിക്ക് ഞാൻ എവിടെ പോയാലും എന്നെ കുറിച്ച് അങ്ങനെ പറയും. ഈ നേരത്തെ സിനിമയിൽ അഭിനയിച്ചു വന്നാലും ഇങ്ങനെ മമ്മൂക്ക ഇരിക്കുകയാണെങ്കിലും ലാലേട്ടൻ ഇരിക്കുകയാണെങ്കിൽ എന്നെ പൊക്കി പറയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരത്തെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും കാണാൻ കൊള്ളൂല്ലാത്ത ഞാനായിരിക്കുള്ളൂ, എന്നെ ഒന്ന് സ്റ്റാൻഡിൽ നിർത്താൻ വേണ്ടി പറയണെന്നുള്ള കാര്യം. ഇത് തയക്കവും പഴക്കവും വന്ന് എനിക്ക്, അതുകൊണ്ട് എനിക്ക് അതങ്ങനല്ല ചേട്ടാ. ശരിക്കും ഈ പ്രായത്തിലൊക്കെ നമ്മൾ കുറച്ചും കൂടി പ്രായം തോന്നിക്കും. ഏത് പ്രായത്തിൽ? ഇപ്പൊ എന്നെ കണ്ടാലും കുറച്ച് പ്രായം തോന്നിക്കില്ല, പക്ഷെ എനിക്ക് അത്ര പ്രായമില്ല. അത് നമ്മൾ പറയിപ്പിക്കണം. അല്ല, അതിന് വേണ്ടിയിട്ട് നമ്മള് വേറെ ഒന്നും കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല. അത് എന്താണെന്നറിയില്ല എനിക്ക്. നിങ്ങളങ്ങനെ പറയണമെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാറൊന്നുമില്ല. ലോകം പോകുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു, സഞ്ചരിക്കുന്നു, അത്രേ ഉള്ളൂ. ആരാധ്യക്ക് ബിജു ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഞാനും ബിജു ചേട്ടനും കൂടെ ഉള്ള ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ഒരു ചെറിയൊരു പോർഷൻ ഞാൻ അപ്പൊ മിനായം പോലെ കണ്ടു മാറിയിട്ടേ ഉള്ളൂ സാറിനെ. ഞാൻ പിന്നെ അങ്ങനെ അടുക്കാൻ പോലെ ആ സമയത്തൊക്കെയാണ് മറ്റേ ഇതൊക്കെ പ്രശ്നമൊക്കെ മനഃപൂർവ്വം ഞാൻ ഒരു സൈഡിലേക്ക് മാറിയിരിക്കണം. നമ്മൾ വന്നൊരു തെറ്റ് അതുകൊണ്ട് വലുതായിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് ജീവിക്കണം സാറേ. പക്ഷെ തമാശ പറയുമ്പോ തമാശ പറയുമ്പോ കാര്യമൊക്കെ എടുക്കണ്ട. കുറച്ചൊരു ഏരിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ പോലും സാറ് വളരെ ഫ്രണ്ട്ലി ആയിട്ട്. സാറിന് എന്നെ കണ്ടിട്ട് ഓർമ്മയില്ലെന്നാണോ മനസ്സിലായിട്ടാണോ എന്ന് അറിയുന്നില്ല. നമ്മളൊരു ഭാഗം ചെറുത് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറ് അന്ന് അവളെയായിരിക്കും ചിലപ്പോ. എന്താ അറിയോ, അത് നമ്മള് സ്കൂളിലെ സെറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരടക്കം വലിയ നമ്പറായിരുന്നു. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിലെ അസംബ്ലി സീനൊക്കെ എടുക്കുന്ന ദിവസമൊക്കെ ഒരു 200-ന് മുകളിലൊക്കെ അത്രയും ക്രൗഡായിരുന്നു. സ്കൂൾ സീൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പരിചയപ്പെട്ട 1-2 ദിവസം കണ്ടാൽ ചിലപ്പോൾ ഓർക്കണമെന്നില്ല. 1 വർഷം മുന്നേ തുടങ്ങിയതാണ് നമ്മൾ ഷൂട്ടൊക്കെ. അതും ലുക്ക് ചേഞ്ചും ഉണ്ടല്ലോ. ചേഞ്ച് ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ആഷിറിനെ കണ്ട ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെല്ലുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം എടുക്കുന്നത്. അപ്പം അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും ആഷിറിനെയൊക്കെ എപ്പോഴും ഞാൻ കാണുന്നതാണ്. പക്ഷേ ആഷിറിനെ കണ്ട് എനിക്ക് മനസ്സിലായില്ല. കാരണം ക്ലീൻ ഷേവൊക്കെ ചെയ്തിട്ട് നമ്മുടെ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് അറിയാനേ പറ്റില്ല. കാരണം ക്രൗഡായിട്ട് അഭിനയിക്കാൻ വന്ന ആൾക്കാരാണെന്നൊക്കെ കരുതിയത്. കാരണം അവർക്ക് അന്ന് സീനും ഉണ്ടായിരുന്നില്ല. താഴെ എന്തോ എടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ മുകളിൽ എടുക്കായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര ചേഞ്ചാണ്. കാരണം ലുക്ക് വൈസിൽ പല ഇതിൽ അഭിനയിക്കണമല്ലോ. കാരണം യങ്ങായിട്ടും
സ്കൂളിൽ പഠിക്കുന്നതും പിന്നെ കോളേജ് അതൊക്കെ ആ ചേഞ്ചൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് ലുക്കൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ സിനിമ എന്താണെന്ന് നമ്മളും കാണാതിരിക്കുകയാണ്. മൊത്തത്തിൽ സിനിമ കണ്ടിട്ടില്ല. നമുക്ക് സാധാരണ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സിനിമ ഈ പറഞ്ഞുകൊണ്ട് റൈറ്ററുടെയും സംവിധായകൻ്റെയും എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസറുടെയൊക്കെ ആ മനസ്സിലുള്ള സിനിമ അവരേ കണ്ടിട്ടുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കാണാൻ വേണ്ടി ഇങ്ങനെ കാണാൻ വേണ്ടി നിങ്ങളെ പോലെ തന്നെ നമ്മളും കാത്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. വേദയ്ക്ക് ബിജു ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താ? ഇതെന്താ എന്നെ ഒക്കെ പറഞ്ഞു വാഴിനെ കുറിച്ച് പറ. ഓ ശരി, വാഴിനെ കുറിച്ചാ പറയണല്ലേ. കൂട്ടത്തിൽ ഏറ്റവും വലിയ വാഴ ഞാനാണെങ്കിൽ അതില് ഞാൻ എന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങള് വളരെ കുറച്ച് ഭാഗമായിരുന്നു എനിക്ക് സാറിന്റെ കൂടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയത്. സോ കണ്ട ടൈമിൽ ഞാൻ പുതിയ ആർട്ടിസ്റ്റാ, സാറിന് എന്നെ അറിയത്തില്ല. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ സാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇവൻ ആ ടൈമിൽ എനിക്ക് ആ ഒരു പൊസിഷൻ ഫസ്റ്റത്തെ ഒരു ടേക്കിൽ ശരിയല്ല, എനിക്ക് ആ സമയത്ത് പനിയുമായിരുന്നു. പക്ഷെ സാറ് ഞാൻ മാറി ടീ കുടിക്കുന്ന ടൈമിലൊക്കെ സാർ കാമായിട്ട് ചെയ്താൽ മതി, ഇങ്ങനെ റാൻഡം ടോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്യേണ്ടത്. എനിക്കൊരു കംഫർട്ട് സോൺ. ആൻഡ് എൻ്റെ കൂടെ ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്ന ടൈമിലുണ്ടായിരുന്ന കോ ആർട്ടിസ്റ്റ് എല്ലാവരും ഭയങ്കര കംഫർട്ട്. ഈവൻ ഡയറക്ടറും ക്രൂ എല്ലാവരും. എനിക്ക് നല്ല പനിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഭയങ്കര എനിക്ക് തലചുറ്റൽ പോലെയൊക്കെ ആയിരുന്നു ചെയ്യണ സമയത്ത്. പക്ഷെ എല്ലാവരും ഭയങ്കര കംഫർട്ട് ആയിട്ട് നിന്നിട്ട് സാറും ഭയങ്കര കംഫർട്ട് സോണൊക്കെ തന്നിട്ടുണ്ടായി. അല്ലല്ല, ആ സീൻ മോശമായി കാരണം ചിലപ്പോൾ എന്നെ മാറ്റിക്കളയോ. അതുകൊണ്ടാണ് ഞാൻ നൂൽപ്പാലത്തുമ്പൊക്കെയാണ് ഈ സിനിമ എന്നൊക്കെ എപ്പോഴും മാറിപ്പോവാ. കാരണം അച്ഛൻ വേഷങ്ങൾ ചെയ്യണത് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നെങ്കിൽ അപ്പം മാറ്റാന്നുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഭയങ്കര പേടിയാണ്. എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ ചെയ്ത് ശരിയാക്കിപ്പിക്കണം. ഓക്കെ, ഏതേനോട്? നല്ല സപ്പോർട്ടീവ് ആള്, നല്ല ലൈക്ക് സ്വന്തം മോളെ പോലെ. ഒരാളെ മാത്രം ഇങ്ങനെ മാറ്റി ഒരാൾ നല്ല നല്ല കെയർ ചെയ്യും. പിന്നെ എന്നെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ പറയും. ആക്ച്വലി ഒരു ഇവിടെ എല്ലാവരും നല്ലതാ. എന്നെ മാത്രമല്ല നമ്മള് സംവിധായകൻ അതുപോലെ എല്ലാവരും ഇവരങ്ങനെയാണ് നോക്കണത്. കാരണം അവരങ്ങനെയാണ് അതുപോലെ ഈ സിനിമ എടുക്കുന്നത്. കാരണം ഈ നമ്മുടെ ഈ 4 പേരുണ്ടല്ലോ, 4 പേരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ സിനിമയിലൊക്കെ ആ ഡേറ്റിന് വന്നിട്ട് അഭിനയിച്ച് അങ്ങോട്ട് പോവുക എല്ലാം. എനിക്ക് തോന്നുന്നു ഈ പിള്ളേരെപ്പോഴും ഷൂട്ടിംഗ് സ്ഥലത്തുണ്ട്. അവർക്ക് സീൻ പോലും ഇല്ലെങ്കിൽ പോലും ഇപ്പം അന്ന് ഒരു സീനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ സീനായി എടുത്തിരുന്നത്. എങ്കിൽ പോലും അവർ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് അവർ. അപ്പോൾ അവരെ കണ്ടുപഠിക്കാനും അതൊക്കെ ഇവരെ സഹായിക്കും. അതുപോലെ മറ്റോ ഈ ഡയറക്ടർ ഭാഗത്തു നിന്നുള്ള ആളുകളെയും സഹായിക്കും. എപ്പോഴും അത്രയും എഫേർട്ട് എടുത്താണ് ഇവരൊക്കെ ചെയ്താകണത്. അപ്പം അതുകൊണ്ട് സിനിമക്ക് നല്ലൊരു വിജയം ഉണ്ടാവും, ഇവരുടെ കരിയറിൽ നല്ലൊരു വിജയം ഉണ്ടാവും. അങ്ങനെ എല്ലാ സിനിമക്കും അങ്ങനെ കിട്ടണമെന്നില്ല. നമ്മൾ ആ സമയമാകുമ്പോൾ ചെല്ലുക, ആ സമയം സീൻ ചില സിനിമയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതാണ് ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൽ അഭിനയിച്ച പുതിയ ആൾക്കാർക്ക്. പക്ഷെ എനിക്ക് ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ചേട്ടന്റെ ചിരി. ചിരിക്കാനും പേടിയല്ലോ. തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട് അല്ലേ? അതെ. ഞാൻ നിങ്ങൾക്ക് ടാസ്ക് തരട്ടെ, ചെയ്യില്ലേ? ഓക്കെ. ഇപ്പോൾ നിങ്ങൾ അത്രയും നാൾ ഒരുമിച്ച് ഒരു ക്രൂവിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനി ഇല്ലേ എല്ലാവർക്കും? ഇല്ല. അപ്പോൾ ഇപ്പോൾ വേദൻ്റെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ വേദ ദേവരാജിനെ കുറിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ ഒരു പോസിറ്റീവും ഞാൻ അടുത്ത സ്റ്റോപ്പ് പറയുമ്പോൾ നെഗറ്റീവും പറഞ്ഞു പറയും. ഇത് കഴിഞ്ഞാൽ ഒരു ഇടി. ബാക്കി നിങ്ങൾ തമ്മിലായിക്കോ, ബാക്കി എനിക്കറിയില്ല. നമ്മുടെ കുടുംബം കലക്കാനുള്ള കിട്ടും തോന്നുന്നില്ല. ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ഞങ്ങൾ കുറച്ച് ദിവസമേ. പിന്നെ എല്ലാരും ഇങ്ങനെ ഞാൻ ഒരു ചെറിയ കുട്ടിയുണ്ട്, എല്ലാരും സോഫ്റ്റ് കോർണറിൽ നിൽക്കുന്നുണ്ട്, എന്നോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നെഗറ്റീവ് ഒക്കെ ചോദിച്ചപ്പോ എന്താ പറയാ, ഞാൻ അല്ല ആദ്യം പോസിറ്റീവ് മാത്രം ചോദിക്കും, അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് മാത്രം ചോദിക്കും. സ്റ്റാർട്ട് പറയുമ്പോൾ പോസിറ്റീവ്, അടുത്ത സ്റ്റാർട്ട് പറയുമ്പോൾ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഗിവണിട്ടില്ലേ? ആ ഒരു അടി. നെഗറ്റീവ് പറയാൻ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ, ഇതൊരു രസമല്ലേ, ഫണ്ണായിട്ട് ഉണ്ടാക്കി പറയട്ടെ, എന്നെ കുറ്റം പറയരുത്. ഓക്കെ, ബിജു ചേട്ടൻ ചേട്ടാനിക്കോ. ചേട്ടനിൽ നമുക്ക് തുടങ്ങാം, ചേട്ടനല്ലേ സീനിയർ? അല്ല, ഞാൻ ഇപ്പൊ ഇവരെ കണ്ടിട്ട് 2 മണിക്കൂറായിട്ടുള്ളൂ. ആ 2 മണിക്കൂറുള്ള നെഗറ്റീവ് പോസിറ്റീവ് പറയാം. ചുമ്മാ ഫണ്ണല്ലേ, ഫണ്ണില് പറയാം. ഓക്കെ, ചേട്ടന് ദേവരാജൻ.
ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ പോസിറ്റീവ് ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ. പോസിറ്റീവ്. അടുത്ത സ്റ്റോപ്പ് പറയുമ്പോൾ നെഗറ്റീവ് പറയണം. പിന്നെ ഞാൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആദ്യം സ്റ്റാർട്ട് പറയുമ്പോ പോസിറ്റീവ് പറഞ്ഞിട്ട് Positive. ഞാൻ അടുത്ത സ്റ്റാർട്ട് പറയുമ്പോൾ നെഗറ്റീവ് പറയണം. വീണ്ടും സ്റ്റാർട്ട് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ. സ്റ്റാർട്ട്. കറക്റ്റ് സമയം പാലിച്ചു വരുന്ന ഒരാളാണ്. അത് തന്നെ നമുക്ക് സിനിമക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ളൊരു ഘടകമാണ്. ഊണ് കഴിച്ചാൽ അപ്പൊ ഉറങ്ങണമെന്ന് തോന്നണം. എന്നോട് ഉറങ്ങണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിയത്ത് വന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളോട് വേറെ കൂട്ടുകാരനോടും നമ്മളെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. കംപ്ലീറ്റ് സ്റ്റോപ്പ്. ഇത്രയും ഗെയിം കളിക്കാൻ നമുക്ക് അറിയില്ല കേട്ടോ. ഇതുപോലെ ഞങ്ങള് ഒപ്പിക്കുമെന്ന് ഇങ്ങനെയാണ് പല സത്യങ്ങളും പുറത്തു വരിക. എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങിന്നോട്ടെ. ഓക്കെ, ചേട്ടനെ കുറിച്ചിട്ട് ഇനിയിപ്പോ ഏഞ്ചൽ പറയും. ചേട്ടനെ കുറിച്ചിട്ട് സ്റ്റാർട്ട് അല്ലേ? ഓക്കെ അല്ലേ? ഇത് തമാശ കണ്ട ഫണ്ണാണ്, ഫുൾ ഫണ്ണാ. ചുമ്മാ ഏതാ ആദ്യമായി ഇതാക്കുന്നല്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതില് ചെറിയ സത്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മളൊക്കെ. ചേട്ടനായിട്ട് എനിക്ക് അധികം സീൻ ഉണ്ടായിട്ടില്ല. കുഴപ്പമില്ല, ഫണ്ണല്ല, തമാശ. എന്താണ് പോവാം. പറയാല്ലേ? പോസിറ്റീവ് ആണ്. സ്റ്റാർട്ട്. അടിപൊളിയാണ്, കൽപ്പിച്ചോറല്ലേ? അടിപൊളിയാണ്, സുന്ദരനാണ്. അത് ഇതില് ജനിച്ചൂലി പറയേണ്ട കാര്യമുള്ളത്. അത്ര നല്ല സ്വഭാവമില്ല, ചെറിയൊരു കളക്ഷൻ ഒക്കെ ഉണ്ട്. പാവണെന്നൊക്കെ പറഞ്ഞ ഓക്കെ, കണ്ടിന്യൂ. സംസാരിക്കുമ്പോ കുഴപ്പമില്ല, എന്നാ ഇടയ്ക്കൊരു സ്റ്റാർട്ട്. നല്ല ക്യാരക്ടറാണ്, പെരുമാറാൻ അറിയാം. സ്റ്റാർട്ട്. ഫുഡ് കുറെ എടുക്കും. ഓക്കെ, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. വിജിക്കുട്ടൻ ചേട്ടനെ കുറിച്ച് പറയാൻ ആഗ്രഹമില്ലേ? പറയാം. ഉണ്ടെന്ന്. സ്റ്റാർട്ട്. വളരെ നിഷ്കളങ്കനാണ്, നല്ല സ്വഭാവമാണ്, സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞതൊക്കെ നോണയാ സെറ്റ്. ഇങ്ങനെ പ്രിട്ടൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. ചില സമയത്തൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യമൊക്കെ. നല്ല മനുഷ്യനാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹമൊക്കെ സാധാരണയൊക്കെയാണ്. പിന്നെ ഫുഡ് എപ്പോഴും സെറ്റില് ഓരോരോ ബ്രേക്ക് പറയുമ്പോ ചായ കുടിക്കണം, കോഫി കുടിക്കണം, ഭയങ്കര തൊല്ലയാണ് സെറ്റിൽ. പ്രൊഡക്ഷനിൽ ആർക്കും ഇഷ്ടമല്ല. പ്രൊഡക്ഷൻ ചേട്ടന്മാര് സത്യങ്ങളൊക്കെ ചേട്ടാ, സത്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങള് നമ്മളെ കുറിച്ച് കേൾക്കുമ്പോ ഭയങ്കര കേൾക്കാനായിട്ട് അതല്ലേ സ്റ്റോപ്പറല്ലേ അതല്ലേ. ഓക്കെ, വേദക്ക് ചെയ്യാം. ദേവരാജിനെ കുറിച്ച് ചെയ്യാം. ധൈര്യമായിട്ട് പറഞ്ഞു. പറഞ്ഞു ദേവരാജൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാൻ. ചുമ്മാ പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. അത് കുഴപ്പമില്ല. ഇത് ഇവര് പറഞ്ഞില്ലേ? ഞാനൊക്കെ പറഞ്ഞു. മറ്റേ പടം അടുത്ത് തുടങ്ങാനല്ലേ? ഡയറക്റ്റ് ചെയ്യണ പടം മറ്റേ കുട്ടികളുടെ നായികനെ വീഴല്ലേ അതിലൊന്നും. തുടങ്ങാം. സ്റ്റാർട്ട്. നല്ലൊരു മനുഷ്യനാണ്, പോസിറ്റീവ്. നല്ല മനുഷ്യനാണ്, നല്ല കെയറിങ് ആണ്, നല്ല സ്വീറ്റ് ആണ്. ഒന്നിനും കൊള്ളൂല, ഫുള്ളും കച്ചറയാണ്, ഒന്നിനും കൊള്ളൂല. ഭയങ്കര ദേഷ്യക്കാരനാണ്. ഒരു കാര്യം പറഞ്ഞ ഭയങ്കര സുന്ദരനാണ്, ഭയങ്കര 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 സത്യം പറയണാണ്. തീരെ സത്യം പറഞ്ഞ ഭയങ്കര നുണയനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതെന്തായാലും അടിപൊളിയായി. ഓക്കെ, ഇനി നമ്മുടെ വാഴ 2 കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, ഇത് നേരത്തെ ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഇതൊരു ഫസ്റ്റ് പാർട്ട് എടുക്കുമ്പോൾ അതൊരു സാധാരണ സിനിമ പോലെ ഷൂട്ട് ചെയ്തിട്ട് സാധാരണ സിനിമയ്ക്ക് എത്ര ദിവസം വേണ്ടേ ആ ഒരു ദിവസം കൊണ്ട് മാത്രമാണ് വാഴ 1 ഷൂട്ട് ചെയ്തത്. പിന്നെ അവർ വാഴ 2 ഒരിക്കലും ഒരു 120 ദിവസം, നമ്മൾ 60 ദിവസം പറഞ്ഞത് 120 ദിവസം ആയിപ്പോവില്ലേ? നമ്മൾ 10 ദിവസം വേണ്ടത് 11 ദിവസം 15 ദിവസമൊക്കെ അങ്ങനെ ആയിപ്പോയാകണമല്ല. അത് ഇത് നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഇത് 120 ദിവസം ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് തന്നെയാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതിനുള്ളൊരു വലിയൊരു സിനിമ തന്നെയായിരിക്കും ഇത് വാഴ 2 എന്ന് പറയുന്നത്. വാഴ ഫസ്റ്റിനേലും നമ്മൾ പറയുന്നത് അത് മോശം പടം, അതിനൊരു വലിയ എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു വലിയ എന്താ പറയുക, കുറേ ആർട്ടിസ്റ്റുകളും ആ കഥക്കും തന്നെ വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത്രയും വൈഡായിട്ടുള്ളൊരു സിനിമയാണത്. അപ്പം ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമാവില്ല.
നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. ഈ ഫാമിലി ഉൾപ്പെടെ പോയി അതാണ് ആ ജനറേഷൻ ഞാൻ എടുത്തു പറഞ്ഞത്. എടുത്തു പറഞ്ഞു ഏത് ജനറേഷനിൽ പ്രായമില്ലാതെ എല്ലാവർക്കും കാണാൻ കാണാൻ പറ്റുന്ന പറ്റുന്ന വാഴ. വാഴ 1 ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വാഴ 2 വാഴ 1 ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വാഴ 2 സംഭവിച്ചത്. ഉറപ്പായിട്ടും അതെ. വാഴ 1 മെയിൻ കാസ്റ്റ് അല്ല ഇതില് ഹാഷിർ ടീം അവർ 4 പേര് ലീഡ് ചെയ്യുന്നൊരു പടമാണ്. എൻ്റയർലി വേറെ കാസ്റ്റാണ്, പുതിയ കഥാപാത്രങ്ങളാണ് എല്ലാം. 1 ഒരു പരിപാടി ആയിരിക്കില്ല 2 പക്ഷെ എല്ലാ ടൈപ്പ് ഇമോഷൻസും ഉള്ള എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. എന്തായാലും വാഴ 2 ഒരു വമ്പിച്ച വിജയമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്ര നേരം സംസാരിച്ചു.